കൊയിലാണ്ടി പുറം കടലിൽ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഇറാനിയൻ ബോട്ട് ഇന്ന് കൊച്ചിയിലെത്തിക്കും. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ഈ ബോട്ടിലുള്ളത്. നിലവിൽ ബോട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ കസ്റ്റഡിയിലാണെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീകാന്ത് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതൊരു ഇത്തിരി കൗതുകം കൂടി ജനിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം ഇതൊരു രക്ഷപ്പെടലിന്റെ കൂടി കഥ എന്ന രീതിയിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അവതരിപ്പിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കൊയിലാണ്ടിയിൽ പുറംകടലിൽ വെച്ച് ഈ മത്സ്യബന്ധന ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ധനം തീർന്ന് പുറംകടലിൽ കിടക്കുകയായിരുന്നു ബോട്ട്. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് തങ്ങൾ കന്യാകുമാരി സ്വദേശികളാണെന്നും ഇറാനിൽ ജോലിക്കായി, മത്സ്യബന്ധന ജോലിക്കായി പോയവരാണെന്നുമാണ്. അവിടെ പക്ഷേ തങ്ങൾക്ക് ശമ്പളമോ ഭക്ഷണമോ കിട്ടാത്ത സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിനായി അവിടെ നിന്നും പുറപ്പെട്ട ബോട്ട് തട്ടിയെടുത്ത് തങ്ങൾ രക്ഷപ്പെട്ടു വരികയായിരുന്നു എന്ന് അവർ കോസ്റ്റ് ഗാർഡിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ തങ്ങൾ കന്യാകുമാരി സ്വദേശികളാണെന്ന് തെളിയിക്കുന്ന രേഖകളടക്കമായി അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കും എന്ന് കോസ്റ്റ് ഗാർഡിനെ അവർ അറിയിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കോസ്റ്റ് ഗാർഡ് സംഘം കൊച്ചിയിൽ നിന്നും, അവരുടെ ആസ്ഥാനം ഇവിടെയാണ്, കൊയിലാണ്ടിക്ക് പുറപ്പെട്ടത്. കൊയിലാണ്ടിയിൽ നിന്നും ഈ മത്സ്യത്തൊഴിലാളികളെ നേരെ കൊച്ചിയിലേക്ക് എത്തിക്കും. ഇന്ന് കൊച്ചിയിലെത്തിച്ച് ഇവിടെ വെച്ച് ചോദ്യം ചെയ്യും. കാരണം ഇവർ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് സ്വാഭാവികമായും അറിയേണ്ടതുണ്ട്. ബോട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ ഇറാനിൽ നിന്ന് ഇന്ത്യൻ തീരത്തുകൂടി, ഇന്ത്യൻ തീരപ്രദേശത്തുകൂടി അല്ലെങ്കിൽ കടലിൽ കൂടി ഈ ലഹരി വസ്തുക്കൾ കടത്തുന്ന ഒരു രീതിയുണ്ട്. അത് മത്സ്യബന്ധന ബോട്ടുകളിലാണ് കടത്താറുള്ളതും. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിശോധിക്കാൻ കോസ്റ്റ് ഗാർഡ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെടലാണെങ്കിൽ അതൊരു വല്ലാത്ത സംഭവം തന്നെയായിരിക്കും. ഇനി അഥവാ മറ്റെന്തെങ്കിലും ആണോ എന്ന് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുകയും ചെയ്യും. ഇന്ന് ഈ ബോട്ട് കൊച്ചിയിലെത്തിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.